നിങ്ങൾക്ക് ഈ വവ്വാൽ എങ്ങനെയാണ് ഇരപിടിക്കുന്നതെന്ന് അറിയാമോ? ഇവർ രാത്രി ഇരപിടിക്കാൻ വേണ്ടി പറക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കും, അൾട്രാസോണിക് സൗണ്ട്. ഈ ശബ്ദ തരംഗങ്ങൾ മുന്നിലുള്ള വസ്തുവിൽ തട്ടി തിരിച്ച് വവ്വാലിലേക്ക് എത്തുന്നു. ഇതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. ഈ എക്കോ കേട്ടിട്ട് ആ വസ്തുവിൻ്റെ വലിപ്പം, ആ വസ്തു എങ്ങോട്ടാണ് പോകുന്നത്, ആ വസ്തുവിൻ്റെ ടെക്സ്ചർ, ആ വസ്തുവിൽ നിന്നുള്ള ദൂരം, ഇതെല്ലാം വവ്വാലിന് മനസ്സിലാകും. ഇതിനെയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വവ്വാൽ കണ്ണുകൊണ്ട് കാണാതെ തന്നെ ഇരപിടിക്കുന്നത്. അല്ല, നമ്മൾ ഈ അർഡുനോയുടെ ക്ലാസ്സിൽ എന്താ വവ്വാലിനെ പറ്റി പറയുന്നത്? കാരണം നമ്മൾ ഇന്ന് അർഡുനോ വെച്ചിട്ട് വവ്വാലിനെ അനുകരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അർഡുനോ ഉപയോഗിച്ച് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാക്കിയിട്ട് ഒരു വസ്തുവിൽ നിന്നുള്ള ദൂരം കണ്ടുപിടിക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മുടെ ഈ ചാനലിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്ന റോബോട്ടിക്സ് പ്രോജക്റ്റുകളും അർഡുനോ വെച്ചിട്ടുള്ള ഹോബി പ്രോജക്റ്റുകളുടെയും ട്യൂട്ടോറിയൽസ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രോജക്റ്റുകളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് സർക്യൂട്ട് ഡയഗ്രാം, കമ്പോണന്റ് ലിസ്റ്റ്, PCB ലേഔട്ട്, കോഡ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ചോദിക്കാം. നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സെൻസർ വെച്ചിട്ടാണ്. ഇതാണ് അൾട്രാസോണിക് സെൻസർ. ഈ ഒരു സെൻസർ ഉപയോഗിച്ച് നമുക്ക് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാക്കി ആ സൗണ്ട് വേവ്സ് ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിനെ റിസീവ് ചെയ്യാനും പറ്റുന്നു. ഈ സെൻസറിൽ 2 കണ്ണു പോലെ കാണുന്നില്ലേ? അതിൽ ഒരെണ്ണം ട്രാൻസ്മിറ്ററും ഒരെണ്ണം റിസീവറുമാണ്. ഈ ഒരു സെൻസർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് 4 പിന്നാണുള്ളത്: VCC, ട്രിഗർ, എക്കോ, ഗ്രൗണ്ട്. VCCയിൽ നമ്മൾ 5 വോൾട്ട് കണക്ട് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ 0 വോൾട്ടും കണക്ട് ചെയ്യുന്നു. ഈ ട്രിഗർ പിന്നും എക്കോ പിന്നും നമ്മൾ ആർഡുനോയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആർഡുനോ ഉപയോഗിച്ച് ട്രിഗർ പിന്നിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് മുന്നിലുള്ള വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഈ സെൻസറിൻ്റെ റിസീവർ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുന്ന സമയത്ത് എക്കോ പിന്നിൽ നിന്ന് ആർഡുനോയിലേക്ക് ഒരു സിഗ്നൽ പോകുന്നു. അങ്ങനെ അൾട്രാസോണിക് സൗണ്ട് വേവിന് പോയി വരാനെടുത്ത സമയം നമുക്ക് കണ്ടുപിടിക്കാം. ആ ടൈം പീരീഡ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വസ്തുവിൽ നിന്നുള്ള ദൂരം കിട്ടുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു അൾട്രാസോണിക് സെൻസറും ആർഡുനോയും മാത്രം മതി. പിന്നെ ഒരു ബ്രെഡ് ബോർഡും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ നമുക്ക് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. ആകെപ്പാടെ 4 കണക്ഷനേ ഉള്ളൂ. ഈ അൾട്രാസോണിക് സെൻസറിൻ്റെ 5 വോൾട്ട് പിൻ ആർഡുനോയുടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് പിൻ ഗ്രൗണ്ടിലേക്കും. പിന്നെ ഉള്ളത് എക്കോ ആൻഡ് ട്രിഗർ പിൻ. എക്കോ പിൻ ആർഡുനോയുടെ പിൻ 2ലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ട്രിഗർ പിൻ ആർഡുനോയുടെ പിൻ നമ്പർ 3ലേക്കും കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കോഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കോഡ്. ഇതിനകത്ത് ആദ്യം നമ്മൾ എക്കോ പിന്നും ട്രിഗർ പിന്നും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് പിൻ നമ്പർ 2ഉം പിൻ നമ്പർ 3ഉം ആണെന്ന് നമ്മൾ ആർഡുനോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള 1-2 വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് സെറ്റപ്പ് ഫംഗ്ഷൻ. അതിനകത്ത് ട്രിഗർ പിൻ ഔട്ട്പുട്ട് ആണെന്നും എക്കോ പിൻ ഇൻപുട്ട് ആണെന്നും നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ലൂപ്പ് ഫംഗ്ഷൻ. ലൂപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർഡുനോ ഉപയോഗിച്ചിട്ട് അൾട്രാസോണിക് സെൻസറിൻ്റെ ട്രിഗർ പിന്നിലേക്ക് നമ്മൾ ഷോർട്ട് പൾസസ് അയച്ചു കൊടുക്കുകയാണ്. ഈ പൾസസ് ട്രിഗർ പിന്നിൽ എത്തുമ്പോഴാണ് അൾട്രാസോണിക് സെൻസർ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉണ്ടാക്കുന്നത്. ഈ സൗണ്ട് വേവ്സ് ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന സമയത്ത് എക്കോ പിന്നിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നു. എന്നിട്ട് നമ്മളിവിടെ പൾസിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അൾട്രാസോണിക് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആ ഒരു ഡ്യൂറേഷൻ കണ്ടുപിടിച്ച് അത് ഡ്യൂറേഷൻ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ഡ്യൂറേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് കോഡ്സും ഇൻസ്ട്രക്ഷൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അടിപൊളി പ്രോജക്റ്റുകൾ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി പോർട്ടും ബോർഡും സെലക്ട് ചെയ്തിട്ട് കോഡ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് സീരിയൽ മോണിറ്റർ ഓൺ ചെയ്ത് നോക്കുക. ഇനി അൾട്രാസോണിക് സെൻസറിൻ്റെ ഫ്രണ്ടിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുപോയി നോക്കൂ. ഇനി സീരിയൽ മോണിറ്ററിൽ നോക്കിയാൽ ആ വസ്തുവും അൾട്രാസോണിക് സെൻസറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ ആർഡുനോ ഉപയോഗിച്ച് വവ്വാലിനെ പോലെ കണ്ണിൻ്റെ സഹായം ഇല്ലാതെ തന്നെ സൗണ്ട് ഉപയോഗിച്ച് ദൂരം കണ്ടുപിടിച്ചു ഒരു വസ്തുവിൽ നിന്ന്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോബോട്ടാണ്. ഒരു വവ്വാലിനെ പോലെ സ്വന്തമായിട്ട് ഈ ഒരു സെൻസർ ഉപയോഗിച്ച് വഴി കണ്ടുപിടിച്ച് പോകാൻ പറ്റുന്ന ഒരു റോബോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.